നമസ്കാരം. കണ്ണൂർ വളപട്ടണത്തെ അരിവ്യാപാരി അഷറഫിന്റെ വീട്ടിൽ നടന്ന വൻ മോഷണത്തിന്റെ വാർത്ത കേരളക്കര കേട്ടത് ഞെട്ടലോടെയാണ്. ഇത്രയും വലിയ മോഷണം നടത്തിയത് അന്യസംസ്ഥാനത്ത് നിന്നുള്ളവരാണ് എന്ന തരത്തിലൊക്കെ പല സംശയങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ അരിവ്യാപാരി അഷറഫിന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയത് അയൽവാസിയായ ലിജീഷ് ആയിരുന്നു. ലിജീഷിനെ സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഷറഫിന്റെ വീട് കുത്തിത്തുറന്ന് 267 പവൻ സ്വർണവും 1.21 കോടി രൂപയും കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായ അയൽവാസി ലിജീഷ് സ്ഥിരം മോഷ്ടാവാണ് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ വർഷം കണ്ണൂർ കീച്ചേരിയിൽ നടന്ന മോഷണത്തിലും ലിജീഷ് പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അന്ന് പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല. എന്നാൽ ഇത്തവണ മോഷണം നടത്തിയപ്പോൾ പതിഞ്ഞ വിരലടയാളം ലിജീഷിനെ കുടുക്കുകയായിരുന്നു. ഇതോടെയാണ് 1 വർഷം മുൻപ് നടന്ന കേസിന്റെയും ചുരുൾ ഇപ്പോൾ അഴിയുന്നത്. കീച്ചേരിയിൽ നിന്ന് 4.5 ലക്ഷം രൂപയും 11.5 പവൻ സ്വർണവുമാണ് അന്ന് ലിജീഷ് കവർന്നത്. 3 മാസം മുമ്പ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ലിജീഷ് വളപട്ടണത്തെ വീട്ടിലെ ജനൽ ഇളക്കിയാണ് മോഷണം നടത്തിയത്. കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ മോഷണം നടത്തിയതും ജനൽ ഗ്രില്ല് ഇളക്കിയായിരുന്നു. സ്വന്തം വീടിനുള്ളിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയുണ്ടാക്കി അതിനുള്ളിലാണ് ലിജീഷ് സ്വർണവും പണവും ഒക്കെ സൂക്ഷിച്ചിരുന്നത്. വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷ് കട്ടിലിനടിയിൽ ലോക്കർ ഉണ്ടാക്കുകയായിരുന്നു. ഇത്രയും വലിയ മോഷണ കേസിലെ പ്രതിയെ തൊണ്ടിമുതൽ സഹിതം പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് പോലീസും നാട്ടുകാരും. ഇപ്പോൾ പോലീസുകാർ സ്റ്റേഷനിൽ ലഡു വിതരണം ചെയ്തു. ലിജീഷിനെ പിടികൂടിയത് അറിഞ്ഞ പലർക്കും ആശ്ചര്യമാണ്. ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്യുമോ എന്നാണ് പ്രദേശത്തെ ആളുകൾ ചോദിക്കുന്നത്. ലിജീഷിന്റെ വീട്ടിൽ നിന്നും പണവും സ്വർണവും പോലീസ് കണ്ടെടുത്തു. അഷറഫിന്റെ വീട്ടിൽ പരിശോധനയ്ക്കിടെ പോലീസ് നായ മണം പിടിച്ചു പോയത് ലിജീഷിന്റെ വീടിന്റെ മുന്നിലൂടെയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസമായി അഷറഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചിരുന്നു. അഷറഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതൽ സംശയിച്ചതാണ് വഴിത്തിരിവായത്. അഷറഫും കുടുംബവും 19-ാം തീയതി രാത്രി തമിഴ്നാട്ടിലെ മധുരയിൽ വിവാഹത്തിന് പോയ തക്കത്തിലായിരുന്നു മോഷണം നടത്തിയത്. 24-ാം തീയതി കുടുംബം തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. 20 അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം.